ഏവർക്കും നല്ലതുപോലെ അറിയാവുന്നതാണ്, നമ്മൾ അശ്രദ്ധമായി വലിച്ചെറിയുന്ന ഓരോരോ പ്ലാസ്റ്റിക് ബോട്ടലുകളും നമ്മുടെ ആവാസ വ്യവസ്ഥയ്ക്ക് വളരെയേറെ ദോഷകരം തന്നെയാണെന്ന്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ ഈ വലിച്ചെറിയുന്ന ബോട്ടിലുകൾ ഉപയോഗിച്ച് വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ക്രാഫ്റ്റ് ഐഡിയയാണ് ഞാൻ നിങ്ങൾക്കായി കൊണ്ടുവന്നിരിക്കുന്നത്. നിങ്ങൾ നൽകുന്ന സബ്സ്ക്രിപ്ഷനും വീഡിയോകൾക്കുള്ള ലൈക്കുമാണ് ഇതുപോലുള്ള പുതിയ പുതിയ വീഡിയോകൾ ചെയ്യുവാനായി എനിക്കുള്ള പ്രോത്സാഹനം. അതുകൊണ്ട് തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ഈ ഒരു അവസരത്തിൽ ഞാൻ ഓർമ്മിപ്പിച്ചുകൊള്ളുന്നു. ഇതിനായിട്ട് നമുക്ക് ആവശ്യം ഒരു 2 ലിറ്ററിൻ്റെ എംറ്റി പ്ലാസ്റ്റിക് ബോട്ടിൽ. ഞാൻ എടുത്തേക്കുന്ന മെറിൻ്റെയുടേതാണ്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ അത് കുറച്ചൊരു കട്ടി കൂടിയതായതുകൊണ്ട് നന്നായിരിക്കും. പിന്നെ ക്രോച്ചറ്റ് ത്രെഡ്, പിന്നെ നൈഫ് അല്ലെങ്കിൽ ഗമ്മ് അല്ലെങ്കിൽ നമുക്ക് ഗ്ലൂ ഗണ്ണ് ഉപയോഗിക്കാം. പിന്നെ ഒരു മാർക്കർ പെന്നും. ആദ്യമായിട്ട് മെറിൻ്റെ സ്റ്റിക്കറിൻ്റെ മുകളിലും താഴെയുമുള്ള എഡ്ജ് ഭാഗത്തായിട്ട് നമ്മൾ മാർക്കർ പെൻ ഉപയോഗിച്ച് റൗണ്ടായിട്ട് മാർക്ക് ചെയ്യുക. ഇനി നമുക്ക് ആ ബോട്ടിൽ ലേബിൾ കീറിക്കളയാം. ഇനി നമ്മൾ ഈ മാർക്ക് ചെയ്ത ഭാഗത്തൂടെ നൈഫ് വെച്ച് ഈ ബോട്ടിലിനെ മുറിച്ചെടുക്കാം. ബോട്ടിലിൻ്റെ മധ്യഭാഗം നമുക്ക് ആവശ്യമില്ലാത്തതുകൊണ്ട് മാറ്റിവെക്കാം. മുകളിലത്തെയും താഴത്തെയും ഭാഗം മാത്രമാണ് ആവശ്യം. ഇനി ബോട്ടിലിൻ്റെ മുകൾ ഭാഗത്തു നിന്നും ക്യാപ്പ് ഊരിയെടുത്ത് ആ ക്യാപ്പ് ബോട്ടിലിൻ്റെ താഴെ ഭാഗത്തുള്ള പിൻവശത്തായി വച്ചിട്ട് ആ ക്യാപ്പിൻ്റെ അതേ രീതിയിൽ മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇനി ആ മാർക്ക് ചെയ്ത ഭാഗം വെട്ടിമാറ്റുകയോ ഉരുക്കിക്കളയുകയോ ചെയ്യാം. ഇനി ബോട്ടിലിൻ്റെ മുകൾ ഭാഗത്തുള്ള നെക്കിൽ നിന്നും ആ പ്ലാസ്റ്റിക് പാർട്ട് റിമൂവ് ചെയ്ത ശേഷം ഈ മുകൾ ഭാഗം ബോട്ടിലിൻ്റെ താഴ്ഭാഗത്തുള്ള ഹോൾസിലൂടെ കടത്തിവിടുക. ഇനി ആ ബോട്ടിലിൻ്റെ ക്യാപ്പ് നന്നായി ടൈറ്റ് ചെയ്ത് വയ്ക്കുക. നന്നായി ക്യാപ്പ് ടൈറ്റ് ചെയ്യുകയാണെങ്കിൽ വെള്ളമൊക്കെ നനയ്ക്കുമ്പോൾ അത് ലീക്കാവുന്നത് ഒഴിവാക്കാൻ സഹായിക്കും. ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത് ക്രോച്ചറ്റ് ത്രെഡ് അല്ലെങ്കിൽ കോട്ടൺ ത്രെഡ് ഈ ഒരു ബോട്ടിലിന് മേലെ ചുറ്റി വരിഞ്ഞ് വയ്ക്കുക എന്നാണ്. അതിനായിട്ട് നമ്മൾ ഗ്ലൂ ഗണ്ണ് ചൂടാക്കി ആ ഗ്ലൂ ബോട്ടിലിൻ്റെ ഏറ്റവും താഴെയുള്ള എഡ്ജ് ഭാഗത്തായി അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇനി ആ ഗമ്മിന് മുകളിലൂടെ നമ്മുടെ കോട്ടൺ ത്രെഡ് അല്ലെങ്കിൽ ക്രോച്ചറ്റ് ത്രെഡ് ഒന്നിന് മുകളിൽ ഒന്നായി അടുത്തടുത്തായിട്ട് വൈൻഡ് ചെയ്ത് വയ്ക്കാം. ഇനി വൈൻഡ് ചെയ്യുമ്പോഴും വൈൻഡ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷവും ത്രെഡ് ഇളകിപ്പോകാതിരിക്കാൻ അപ്പോൾ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ്. ഇനി താഴെ ഭാഗം ചെയ്ത പോലെ തന്നെ ബോട്ടിലിൻ്റെ മുകൾ ഭാഗത്തും ത്രെഡ് അടുത്തടുത്തായി വൈൻഡ് ചെയ്ത് വയ്ക്കുക. ഇപ്പോൾ നമ്മൾ ബോട്ടിലിൻ്റെ എല്ലാ ഭാഗത്തും കോട്ടൺ ത്രെഡ് ഈവണായി വൈൻഡ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ ചെയ്യേണ്ടത് ത്രെഡ് വൈൻഡ് ചെയ്യാത്ത ഭാഗത്ത് പെയിൻറ്റിങ് ചെയ്യുക എന്നാണ്. അപ്പോൾ അതിനായി നമ്മൾ പെയിൻറ്റ് ചെയ്യുന്ന ഭാഗത്ത് ത്രെഡിന് മുകളിലായി ഒരു മാസ്കിംഗ് ടാപ്പ് ഒട്ടി വയ്ക്കുക. ഇത് പെയിൻറ്റ് ചെയ്യുമ്പോൾ കളർ ത്രെഡ് മുകളിലോട്ട് വരുന്നത് ഒഴിവാക്കാം. ഇവിടെ ഞാൻ ത്രെഡ് വൈൻഡ് ചെയ്യാത്ത ഭാഗത്തായി ബ്ലാക്ക് കളറിലുള്ള ഫാബ്രിക് പെയിൻ്റാണ് യൂസ് ചെയ്യുന്നത്. ഇനി മാസ്കിംഗ് ടാപ്പ് റിമൂവ് ചെയ്യാം. ഇനി ത്രെഡ് വൈൻഡ് ചെയ്യുന്നത് കൂടുതൽ സമയം എടുക്കുന്നുണ്ടെങ്കിൽ ബോട്ടിൽ ഫുള്ളായിട്ട് ഫാബ്രിക് പെയിൻറ്റ് ഉപയോഗിച്ച് പെയിൻറ്റിങ്ങും ചെയ്യാവുന്നതാണ്. ഇനി ഇത് കാണാനുള്ള ഭംഗി കൂട്ടുന്നതിനായി ഇതിന് കണ്ണ്, വായ എന്നിവയൊക്കെ പെയിൻറ്റ് ഉപയോഗിച്ച് ഈ വീഡിയോയിൽ കാണുന്ന പോലെ വരഞ്ഞു കൊടുക്കാവുന്നതാണ്. ഇനി കൂടുതൽ ഭംഗി കൊടുക്കുന്നതിനായി ഫ്ലവേഴ്സോ അല്ലെങ്കിൽ അലങ്കാര ബോർഡേഴ്സുകളോ ഒക്കെ ഒട്ടിച്ചു കൊടുക്കുകയോ അല്ലെങ്കിൽ വരഞ്ഞു കൊടുക്കുകയോ ചെയ്യാം. ഇത്രയും കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ മൾട്ടിപർപ്പസ് പോട്ട് റെഡിയായി. ഇനി ഇത് നമ്മൾക്ക് പ്ലാസ്റ്റിക് ഫ്ലവേഴ്സൊക്കെ വെച്ചിട്ട് ഫ്ലവർ പോട്ടായിട്ടും വെള്ളം നിറച്ച് വെച്ച് ചെറിയൊരു ലോട്ടസ് സ്റ്റാൻഡായിട്ടും പിന്നെ അതുകൂടാതെ നമ്മുടെ സ്റ്റേഷനറീസ് ഹോൾഡറായിട്ടും ഒക്കെ യൂസ് ചെയ്യാവുന്നതാണ്. എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ഗുഡ് ബൈ.